പാഴ്സലിൽ ഗ്രേവി കുറഞ്ഞതിന്റെ പേരിൽ ആലപ്പുഴ താമരക്കുളത്ത് ഹോട്ടൽ ഉടമയും യുവാക്കളും ഏറ്റുമുട്ടി. ഹോട്ടൽ ഉടമ മുഹമ്മദ് ഉവൈസിനെ ചട്ടുകത്തിന് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. 3 പേരാണ് ആക്രമണം നടത്തിയത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഓരോരോ കാരണങ്ങൾ, വിശദാംശങ്ങൾ. അനുജ, ഇന്നലെ വൈകിട്ട് താമരക്കുളം ജംഗ്ഷന് സമീപത്തുള്ള ബുഹാരി എന്ന ഹോട്ടലിലാണ് ഈ ആക്രമണം നടത്തിയത്. 12 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും ആദ്യം വാങ്ങിച്ചുകൊണ്ടാണ് 3 യുവാക്കൾ അവിടെ നിന്ന് പോയത്. പക്ഷേ ഈ 12 പൊറോട്ടയ്ക്കും 2 ബീഫ് ഫ്രൈക്കും പറ്റുന്ന അത്രയും ഗ്രേവി, അതായത് ഇത് കഴിക്കാൻ മാത്രം വേണ്ടുന്ന ഗ്രേവി ഇല്ല എന്നതിൻ്റെ പേരിൽ പിന്നീട് ഈ സംഘം തിരിച്ചെത്തി ഹോട്ടൽ ഉടമയുമായി തർക്കത്തിലായി. അങ്ങനെ ഹോട്ടൽ ഉടമയും ഈ 3 യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുവാക്കളിൽ ഒരാൾ ചട്ടുകുവ ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടൽ ഉടമയുടെ തല അടിച്ചു പൊട്ടിച്ചു. ഈ താമരക്കുളത്ത് ആഷിഖ് മനസ്സിൽ മുഹമ്മദ് ഉവൈസ് എന്ന ഈ ഹോട്ടൽ ഉടമയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് നൌഷാദ്, കടയിലുണ്ടായിരുന്ന ഭാര്യ മാതാവ് റജില എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ അടൂരിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ചട്ടുകത്തിൻ്റെ അടികൊണ്ട് ഉവൈസിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പോലീസ് പറയുന്നത്. ഈ അക്രമത്തിൽ ഉണ്ടായിരുന്നത് 3 യുവാക്കളാണ്. 20നും 25 വയസ്സിനും പ്രായമുള്ള 3 യുവാക്കളാണ്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവർ ഒളിവിലാണ് എന്നാണ് നൂർനാട് പോലീസ് അറിയിക്കുന്നത്. നൂർനാട് പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഈ ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയതിന് 3 യുവാക്കൾക്കെതിരെ കേസെടുത്തത്. എന്താണെങ്കിലും പാഴ്സലിലെ ഗ്രേവി കുറഞ്ഞു പോയതിനാണ് 3 യുവാക്കൾ ചേർന്ന് ഹോട്ടൽ ഉടമയെയും ഹോട്ടൽ ഉടമയുടെ ബന്ധുക്കളെയും ക്രൂരമായി ആക്രമിച്ചത്. പാഴ്സലിൽ നൽകിയ കറിയിൽ ഗ്രേവി കുറഞ്ഞതിന്റെ പേരിലാണ് ഹോട്ടൽ ഉടമയെ 3 യുവാക്കൾ ആക്രമിച്ചത്. ഏറ്റുമുട്ടലുണ്ടായി. ഈ യുവാക്കളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.